Hi dears, welcome to your GS B.Ed classes. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന കോഴ്സിലെ ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി ആണ്. അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ജെൻഡർ സൊസൈറ്റി കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ, പുരുഷൻ ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. ഓക്കെ, വൈൽ ഐ എം ടോക്കിംഗ്. ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. ഇൻട്രൊഡക്ഷൻ. ഓൾ ലിവിംഗ് ബീയിങ്സ് ഡിഫർ ബയോളജിക്കലി ബേസ്ഡ് ഓൺ സെക്സ്. നമുക്കറിയാം എല്ലാ ജീവികളും സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ടതാണ്. However, men and women are not only identified biologically but are also differentiated in terms of behavior and social roles. സ്ത്രീ പുരുഷൻ എന്നുള്ളത് ബയോളജിക്കൽ ഡിഫറൻസ് മാത്രമല്ല, സൊസൈറ്റിയുടെ കുറെ റോളുകളുണ്ട് അല്ലെ. സ്ത്രീ ഇങ്ങനെ ജീവിക്കണം, പുരുഷൻ ഇങ്ങനെ ജീവിക്കണം. അപ്പോഴാണ് ഇവര് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നത് സൊസൈറ്റിയിലെ. ദീസ് റൂൾസ് ആർ ഷേപ്ഡ് ബൈ സൊസൈറ്റിയൽ നോംസ്, അൺറിട്ടൺ റൂൾസ് ആൻഡ് കസ്റ്റംസ്. നമുക്കറിയാം സൊസൈറ്റിയുടെ കുറെ അൺറിട്ടൺ ആയിട്ടുള്ള, ഇത് ആരും എഴുതി വെച്ചതൊന്നുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതല്ല, അതായത് പറഞ്ഞ് കേട്ട് പ്രവർത്തിച്ചു വരുന്ന കുറെ റൂൾസ് ആണ് അല്ലെ, അൺറിട്ടൺ റൂൾസ് ആണ്. അതുപോലെ തന്നെ കസ്റ്റംസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന കുറെ കാര്യങ്ങളാണ് ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then as society evolves, traditional gender roles need to be reassessed in the context of present-day social, economic and familial structures. നമുക്കറിയാം സൊസൈറ്റി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഒക്കെ വളരെ കോമൺ ആണ്. സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഏൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ സൊസൈറ്റി മാറുന്നതിനനുസരിച്ചിട്ട് തന്നെ ഈ മുമ്പ് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് ഒക്കെ റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ, കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. This unit explores എന്തൊക്കെ പറയുന്നത്, this meaning and definition of the term sex and gender, the difference between sex and gender, the influence of family, caste, class, religion, culture, media, popular culture, law and the state on gender roles and responsibilities. നമുക്കറിയാം അതായത് ഈ ജെൻഡർ റോൾസിലെ കാസ്റ്റ്, ക്ലാസ്, റിലിജിയൻ, കൾച്ചർ, മീഡിയ, ഓക്കെ, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇൻ ഡിറ്റർമൈനിങ് ജെൻഡർ റോൾ. കാസ്റ്റിനനുസരിച്ചിട്ട് ജെൻഡർ റോൾസ് മാറുന്നുണ്ട്, റിലിജിയൻ അനുസരിച്ചിട്ട്. ജെൻഡർ റോൾ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് സൊസൈറ്റി ഈ ജെൻഡർ, ഈ സെക്സിൽ പെട്ട ആള് ഈ രീതിയിൽ ജീവിക്കണം എന്ന് കുറിച്ചുള്ള അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരിൽ നിന്ന് അതാണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ ഓപ്പോസിറ്റ് ജെൻഡർ റോൾ അനുസരിച്ചിട്ട് അവർ ജീവിക്കുകയാണെങ്കിൽ ദേ ആർ ഔട്ട്കാസ്റ്റ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പുരുഷൻ, നമ്മൾ പറയുന്നുണ്ട് കേട്ടോ കമ്മിങ് സ്ലൈഡ്സിൽ, ഒരു പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒരു പുരുഷൻ ബോൾഡ് ആയിരിക്കണം, കറേജിയസ് ആയിരിക്കണം, ഏൺ ചെയ്യണം, അതുപോലെ തന്നെ ജോബ് ഓറിയന്റഡ് ആയിരിക്കണം അയാളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കുറെ ലക്ഷ്യങ്ങൾ സൊസൈറ്റി പറയുന്നുണ്ട്. അതല്ലാതെ വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ ജോലിക്ക് പോകണില്ല, വീട്ടിൽ കുക്ക് ചെയ്യണം, ഭാര്യയ്ക്ക് ജോലിക്ക് പറഞ്ഞേക്കാം, അപ്പൊ സൊസൈറ്റി എന്താ പറയാ, അവര് അവനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ എന്താണ് പെങ്കോന്തനാണ്, ഈ രീതിയിലാണ് സംസാരിക്കുക. അപ്പൊ അതാണ് ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ. ജെൻഡറിന്, ഓരോ ജെൻഡറിനും ഓരോ റോൾ സൊസൈറ്റി കൽപ്പിച്ചിട്ടുണ്ട്. റീസൺസ് ഫോർ ജെൻഡർ ഇനീക്വാളിറ്റി. ഓക്കെ, പിന്നെ കുറെ ഇനീക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും ജെൻഡർ ഈക്വാളിറ്റി ഒന്നും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ ജെൻഡർ ഇനീക്വാളിറ്റി ഈസ് ദയർ. ആൻഡ് വാട്ട് ആർ ദ റീസൺസ്? ദ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ ജസ്റ്റ് എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി ഔട്ട്സൈഡ് സ്കൂൾ സെറ്റിംഗ്സ് അല്ലെ, അതായത് ജെൻഡർ ജസ്റ്റ് എഡ്യൂക്കേഷൻ, അതുപോലെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള വിദ്യാഭ്യാസം, അതായത് സെക്സ് ബയാസ്ഡോ ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണ്. മീനിങ് ഓഫ് ജെൻഡർ. ഇനി എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, gender refers to the social constructed roles, behaviors, norms and relationships considered appropriate for men and women by society. അതായത് സ്ത്രീയും പുരുഷനും സൊസൈറ്റിയിൽ അവർക്കുള്ള റോളുകൾ, അവരെങ്ങനെ പെരുമാറണം, അവർക്ക് ഒരു സെറ്റ് ഓഫ് നോംസ്, നിയമങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ ആണ്, ഇത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, സൊസൈറ്റി ഉണ്ടാക്കിയതാണ്. സൊസൈറ്റി പറഞ്ഞു വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു പറ്റം ആളുകൾ ഉണ്ടാക്കി സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇപ്പോഴും സ്ത്രീയും പുരുഷനും
ഓക്കെ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ്, അൺറിട്ടേൺ റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത്. As Simone de Beauvoir famously said, one is not born a woman but becomes one. ഒരു സ്ത്രീയായിട്ടല്ല ജനിക്കുന്നത്, പക്ഷെ സൊസൈറ്റിയാണ് അവളെ സ്ത്രീയാക്കുന്നത്. This means that while children are born with male or female bodies, they acquire masculine or feminine traits through socialization. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ബയോളജിക്കലി ഹി ഓർ ഷി ഇസ് മെയിൽ ഓർ ഫീമെയിൽ. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമ്മൾ പെണ്ണാണ് അല്ലെങ്കിൽ ആണാണ് എന്നുള്ള കോൺഷ്യസ്നെസ് നമ്മുടെ വീട്ടുകാരും നെയ്ബേഴ്സും എൽഡേഴ്സും ഒക്കെ തന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ജീവിതം ആരംഭിക്കുന്നത്. റിഗാർഡിങ് അവർ ഡ്രസ്സിങ്, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് സ്ത്രീ ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ത്രീയായി ജനിക്കുകയല്ല, സ്ത്രീ ആയി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരുപക്ഷെ പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഭയങ്കര ബോൾഡ് ആയിട്ട് വളർത്തി അവര് മസ്കുലൈൻ ആയിട്ട് മാറും അല്ലെ. മസ്കുലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുരുഷത്വം. അതായത് പുരുഷത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഒരു പുരുഷനിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ് പുരുഷത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് ബോൾഡ് ആവും, കറേജിയസ് ആവും അല്ലെ, അപ്പൊ അങ്ങനത്തെ തന്റേടിയാവും. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കുറെ ക്വാളിറ്റീസ് ഉണ്ടാവാം. Then in all societies, gender is a major classification system. For example, we hear terms like woman doctor, woman judge, etc., where the gender term precedes the professional role. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഡോക്ടർ, ജഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ലെ. പക്ഷെ നമ്മൾ അവർ സ്ത്രീകളാണെങ്കിൽ ഫീമെയിൽ ഡോക്ടർ അല്ലെങ്കിൽ ലേഡി ഡോക്ടർ, വുമൻ ഡോക്ടർ, വുമൻ ജഡ്ജ് എന്നൊക്കെ പറയുന്നു. കാരണം ഈ പൊസിഷൻസ് ഒക്കെ മെയിൻലി ഫോർ മെയിൽസ് അല്ലെ. പണ്ട് കാലങ്ങളൊക്കെ മെയിൽസിന് മാത്രമായിരുന്നു ഈ റോൾസ് അല്ലെങ്കിൽ ഈ പ്രൊഫഷൻസ് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പൊ ഇപ്പൊ സ്ത്രീകൾ വരാൻ തുടങ്ങിയപ്പോ എന്തായി, അവർക്ക് അവരുടെ മുമ്പിൽ വുമൺ എന്നുള്ള പേര് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവര് സ്ത്രീ ഡോക്ടറായി. ഡോക്ടർ ആക്ച്വലി പുരുഷനാണ്, സ്ത്രീ ഡോക്ടർ ആണ്, മീൻസ് ലേഡി ഡോക്ടറാണ് എന്ത്, സ്ത്രീ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ലിറ്ററേച്ചർ, ആർട്സ് ആൻഡ് ഗവേണൻസ് ഓഫൻ റിഫ്ലക്ട് ദീസ് ജെൻഡർ ഡിഫറൻസസ്. ലിറ്ററേച്ചറിലും ആർട്സിലും എല്ലാറ്റിലും ഈ ജെൻഡർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സൊസൈറ്റി അസൈൻസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് ബേസ്ഡ് ഓൺ മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി അല്ലെ. മെയിൽ ഓർ ഫീമെയിൽ ആണ് ബൈ ബർത്ത്. പിന്നെ മസ്കുലിനിറ്റി, ഫെമിനിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ജെൻഡർ റോളിനനുസരിച്ച് സൊസൈറ്റിയാണ്. These roles are internalized through process of socialization that begins in childhood. എപ്പോ മുതലാണ് ഈ സോഷ്യലൈസേഷൻ തുടങ്ങുന്നത്? സൊസൈറ്റിയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ഫ്രം ബർത്ത് ഓൺവേർഡ്സ് അല്ലെ. നമ്മൾ സൊസൈറ്റിയുടെ ഒരു ഭാഗമായി തീരാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെ വി ആർ ഫോളോയിങ് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റി അല്ലെ. അപ്പൊ ഈ രീതിയിൽ സൊസൈറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി ഒരു പുരുഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് മസ്കുലിനിറ്റി, സ്ത്രീയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫെമിനിറ്റി. Definition of gender. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ത്, ജെൻഡർ എന്താണ്. Gender refers to the socially constructed roles, behaviors, activities, and attributes that a given society considers appropriate for men and women. അതായത് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള കുറെ റോൾസ്, ബിഹേവിയേഴ്സ്, ആക്ടിവിറ്റീസ്, ഓക്കെ, ആൻഡ് ആട്രിബ്യൂട്ട്സ്, ഓക്കെ, ആൻഡ് വിച്ച് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ മെൻ ആൻഡ് വിമൻ. സ്ത്രീക്കും പുരുഷനും വെവ്വേറെ രീതിയിലുള്ള ബിഹേവിയേഴ്സും ആക്ടിവിറ്റീസും റോൾസ് ഒക്കെ സൊസൈറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഈ റോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, then Brownie is defining gender as it is the socially constructed difference between the sexes അല്ലെ. അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള വിവേചനം സൊസൈറ്റി കാണിക്കുന്നത്, സ്ത്രീയെ പുരുഷനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ദിസ് ജെൻഡർ ആണ്. ഓക്കെ, അതായത് സൊസൈറ്റിയിൽ സ്ത്രീ എങ്ങനെയാവണം, പുരുഷൻ എങ്ങനെയാവണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് സൊസൈറ്റിയാണ്. ആ ഒരു ഡിഫറൻസിലൂടെയാണ് നമ്മൾ ഇവര് സ്ത്രീയാണ് പുരുഷനാണെന്ന് മനസ്സിലാക്കുന്നത്. Okay, their appearance, their dress code, their language, everything is different. Gender includes learned behaviors and social expectations. അല്ലെ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ഏത് ജെൻഡർ ആണ് എന്നുള്ളത്. ഓക്കെ, സെക്സ് ഇസ് ദെയർ ബട്ട് വി ആർ നോട്ട് അറ്റ് ഓൾ അവെയർ ഓഫ് ജെൻഡർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റമൊക്കെ സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് അല്ലെ. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാരന്റ്സ്, ഒരു പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനെയാണ്, പെൺകുട്ടികൾ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവരെ അതുപോലെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക, അതുപോലെ വളർത്തുക, അവരോട് അതുപോലെ പെരുമാറാൻ ആവശ്യപ്പെടുക. അങ്ങനെയാണ് നമ്മൾ ഒരു ജെൻഡറിലേക്ക് എന്താണ് പറയാ, പരകായ പ്രവേശം ചെയ്യുന്നത്. സോഷ്യൽ ഐഡന്റിറ്റി ഷേപ്ഡ് ബൈ കൾച്ചർ ആൻഡ് എൻവയറൺമെന്റ്
അല്ലെ? അതായത് നമ്മുടെ കൾച്ചർ, ഓരോ കൾച്ചറിനനുസരിച്ചും ജെൻഡർ റോൾസ് ഡിഫറെന്റ് ആണ്. റീജിയൻ അനുസരിച്ചും റിലിജിയൻ അനുസരിച്ചും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പോ ഈ കൾച്ചറിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻവയറൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ജെൻഡർ ഐഡന്റിറ്റിയിൽ വരണം എന്നുള്ളത്. A person's self-presentation as male or female and societal response to it. ഒരു വ്യക്തിയുടെ സെൽഫ് പ്രസന്റേഷൻ, അല്ലെ, ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം പ്രതിനിധാനം, അല്ലെ, സെൽഫ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവര് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെ, ആൻഡ് സോഷ്യൽ റെസ്പോൺസ് ടു ഇറ്റ്, അതിനോടുള്ള സൊസൈറ്റിയുടെ പ്രതികരണവുമാണ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ സ്ത്രീയാണ് എന്നുള്ളത്, അല്ലെ? നോട്ട് ഡ്യൂ ടു ദ ഫിസിയോളജിക്കൽ ഓർ ബയോളജിക്കൽ ഡിഫറൻസ്, ബട്ട് മൈ അപ്പിയറൻസ്, മൈ ബിഹേവിയർ. ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ നമ്മൾ എവിടെ കയറുക? ഫ്രണ്ടിൽ കയറും, കാരണം അവിടെയാണ് സ്ത്രീകളുടെ സീറ്റ്. ദാറ്റ് ഈസ് ഹു ഡിറ്റർമൈൻസ് ദിസ്, സൊസൈറ്റി ഡിറ്റർമൈൻസ് ദിസ്, അല്ലെ? അപ്പൊ എല്ലാ രീതിയിലും ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അപ്പൊ നമ്മളെ സ്ത്രീ ആക്കുന്നതും പുരുഷനാക്കുന്നതും ആരാണ്? സൊസൈറ്റിയാണ് ആക്ച്വലി. ഓക്കെ, നോട്ട് ബയോളജിക്കൽ ബട്ട് ദ സൊസൈറ്റി. ആ രീതിയിൽ തന്നെ നമ്മളെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം സൊസൈറ്റി എന്നാലേ നമ്മളെ അംഗീകരിക്കുള്ളൂ, അല്ലെ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകളെ സൊസൈറ്റി ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, മീൻസ് സ്ത്രീകളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത് പിന്നെയും നടക്കുന്നുണ്ട്. തിരിച്ചാണെങ്കിലോ, പുരുഷന്മാർ സാരിയും ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാലോ, okay, whether the society accept it or not. Okay, I don't think so that is the society is accepting it. And പുരുഷന്മാര് സാരി ഇടാനായിട്ട് മെനക്കെടൂല, കാരണം it's a very difficult task, അല്ലെ? സാരി എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക് ആണ്. Then viewpoints on gender. Gender is linked to the roles, opportunities and expectations assigned to a person based on sex. അതായത് റോൾസ്, അല്ലെ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, അതുപോലെ തന്നെ പ്രതീക്ഷകൾ, അസൈൻ ടു എ പേഴ്സൺ, ഒരു വ്യക്തിയിൽ അസൈൻ ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ, റോൾ, എക്സ്പെക്ടേഷൻസ്. ഓക്കെ, അതൊക്കെയാണ് ജെൻഡർ എന്ന് പറഞ്ഞു വെച്ചാൽ. എന്ത് ബേസ് ചെയ്തിട്ട്? ബേസ്ഡ് ഓൺ സെക്സ്. പുരുഷനാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ജെൻഡർ റോൾ. ഇറ്റ് ഡെവലപ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് ഗ്രോവിംഗ് അപ്പ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതായത് വളർന്നു വരുമ്പോഴാണ് നമ്മൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്നത് സൊസൈറ്റിയോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. കൾച്ചറൽ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് റിലീജിയസ് എൻവയറൺമെന്റ്സ് ഷേപ്പ് ജെൻഡർ റോൾസ്, അല്ലെ? നമ്മുടെ കൾച്ചറും സൊസൈറ്റി, ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ, എല്ലാതും നമ്മുടെ ഈ ജെൻഡർ റോൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ജെൻഡർ എക്സ്പെക്ടേഷൻസ് ഡിഫൈൻ വാട്ട് ഈസ് അക്സെപ്റ്റബിൾ ഓർ നോട്ട് ഫോർ മെൻ ആൻഡ് വിമൻ. അതുപോലെ തന്നെ എന്തൊക്കെ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്തതുണ്ട്. ഓക്കെ, അതായത് ചില കാര്യങ്ങൾ, ഇപ്പൊ ഒരു മസ്കുലൈൻ ആയിട്ടുള്ള ഒരു വുമൺ, അല്ലെ, ബോൾഡ് കറേജിയസ് ആയിട്ടുള്ള വുമണെ സൊസൈറ്റി അംഗീകരിക്കുന്നില്ല, ബിക്കോസ് ദേ ആർ അഗെയിൻസ്റ്റ് ദെയർ ജെൻഡർ അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി. എക്സാമ്പിൾസ് ഓഫ് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ കണ്ടുവരുന്നു, ഈവൻ ആഫ്റ്റർ ദിസ് ഏജ് ഓർ ഇൻ ദിസ് 21st century. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് മോർ ദാൻ 80 years ആയി, ഇപ്പോഴും നമുക്ക് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. Women often face fewer opportunities in decision making, access to resources and position of power. അതായത് ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ, ഇപ്പൊ നമ്മൾ പറയാം എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണനയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആവുന്നു, കാരണം അവർ നന്നായിട്ട് പഠിക്കുന്നു, അതുകൊണ്ട് അഡ്മിഷനൊക്കെ കിട്ടുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ട് സ്ത്രീകൾ, ജോലി ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോഴും നമ്മുടെ ഫാമിലിയിലും സമൂഹത്തിലും ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യം വരുമ്പോൾ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? പുരുഷനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഓർ ദി എൽഡർ മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി, അല്ലെ? അതുപോലെ തന്നെ റിസോഴ്സസ്, ഇനിയിപ്പോ പൈസയാണെങ്കിലും, സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയാണെങ്കിലും അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് സ്ത്രീക്ക് എന്താ പറയാ, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കാനുള്ള അവസരം പോലും ഒരു പക്ഷേ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. കാരണം ഇപ്പോഴും ദർ ഇസ് ഇൻ ദ പവർ ഹൈറാർക്കി, പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഒരുപാട് മേലെയാണ്. മീനിങ് ഓഫ് സെക്സ്. ഇനി സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മീനിങ് ഓഫ് സെക്സ് എന്താണ്? സെക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
Sex refers to the biological characteristics of an individual, such as anatomy, chromosomes, and hormones. അല്ലെ, നമ്മൾ പറഞ്ഞു ഒരാൾ ജനിക്കുമ്പോൾ ഒരു സ്ത്രീയോ പുരുഷനോ ആയിട്ടാണ് ജനിക്കുന്നത്. ഓക്കെ, അതായത് ബയോളജിക്കൽ ഡിഫറൻസ് ഈസ് ദയർ. അത് ഫിസിയോളജിക്കൽ ആണ്, ഫിസിക്കൽ ആണ്, അനാട്ടമിക്കൽ ആണ്. പിന്നെ ക്രോമസോമിന്റെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. At birth, individuals are identified as male or female based on genital organs. അല്ലെ, ജെനിറ്റൽ ഓർഗൻസിനനുസരിച്ചിട്ടാണ് അവർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സെക്സ് ഇൻക്ലൂഡ്സ് അനാട്ടമിക്കൽ ഡിഫറൻസസ്. അല്ലെ, റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്ത്രീകളാണെങ്കിൽ യൂട്രസ്, ഓവറീസ് അതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടായിരിക്കാം അല്ലെ. ദെൻ ഫിസിയോളജിക്കൽ ട്രേറ്റ്സ്, മെൻസ്ട്രേഷൻ ഉണ്ടാവും സ്ത്രീകൾക്ക്, പുരുഷൻ അത് ഉണ്ടാവുന്നില്ല. മറ്റ് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ പുരുഷനും ഉണ്ടാവും. ദെൻ ക്രോമസോമൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. XX എന്ന് പറയുന്നത് സ്ത്രീയുടെ ക്രോമസോമാണ്, XY എന്ന് പറയുന്നതാണ് പുരുഷന്റെ. സെക്സ് ഇസ് ഫിക്സഡ് ബൈ ബർത്ത് ആൻഡ് ഇസ് എ നാച്ചുറൽ ട്രീറ്റ്. സെക്സ് ബർത്ത് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെക്സ്, ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറൽ ഓൾസോ. എല്ലാ ജീവികൾക്കും സെക്സ് ഉണ്ട്, പുരുഷനും സ്ത്രീയും ഉണ്ട്. Sex is fixed by birth and nature. Difference between sex and gender. സെക്സ് പറഞ്ഞു വെച്ചാൽ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആണ്. ജെൻഡർ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ. സൊസൈറ്റിയും കൾച്ചറും ആണ് ജെൻഡർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫിക്സഡ് ബൈ ബർത്ത് അല്ലെ, ജനന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത്. പക്ഷെ സ്ത്രീത്വം പുരുഷത്വം വരണമെങ്കിൽ അല്ലെ, ദാറ്റ് ഇസ് ജെൻഡർ ലേൺഡ് ത്രൂ സോഷ്യലൈസേഷൻ. സൊസൈറ്റി ആണ് ഈ റൂൾസ് കൊണ്ടുവരുന്നത്. സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ജെൻഡർ ആയിട്ട് നമ്മൾ മാറുന്നത്. ഓക്കെ, ഇൻവോൾവ്സ് അനാട്ടമി ആൻഡ് ഫിസിയോളജി അല്ലെ. അനാട്ടമി ഫിസിയോളജി ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സെക്സിനനുസരിച്ചിട്ടുള്ള അനാട്ടമി ഫിസിയോളജി ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇൻവോൾവ്സ് റോൾസ്, നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. പക്ഷെ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫിസിയോളജി അനാട്ടമി ഒന്നുമില്ല. നേരെ മറിച്ച് എന്താണുള്ളത്, കുറെ റോൾസും നിയമങ്ങളും എക്സ്പെക്ടേഷൻസും മാത്രമാണ് ജെൻഡറിന് ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ളത്. സെക്സ് പറഞ്ഞ നേച്ചുറൽ ആണ്, പക്ഷെ ജെൻഡർ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി ഉണ്ടാക്കുന്നതാണ് ജെൻഡർ. ദെൻ Candace West and Don H. Zimmerman introduced the idea of gender as something we do through everyday social practices, reinforcing existing social structures. അല്ലെ, അപ്പൊ ഇവര് പറയുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ജെൻഡർ ആസ് സംതിങ് വി ഡു ത്രൂ എവറിഡേ സോഷ്യൽ പ്രാക്ടീസസ്. നമ്മൾ എന്നും എന്താ പറയാ, നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ സൊസൈറ്റിയിൽ എന്നും നടക്കുന്ന പ്രവൃത്തികളിലൂടെയാണ് ജെൻഡർ എന്നുള്ള ഐഡിയ ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് റീഇൻഫോഴ്സിങ് എക്സിസ്റ്റിംഗ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അതിലൂടെ നമ്മുടെ നിത്യജീവിതത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാണ്. അതായത് ഈ ജെൻഡർ ഡിഫറൻസ് നമ്മൾ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതുപോലെ തന്നെ എന്താണ്, സൊസൈറ്റി ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജെൻഡർ റോൾസ് നമ്മൾ അടിവരയിട്ടിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ ആയിരിക്കണം, വിത്തൗട്ട് എനി ചാലഞ്ച്. പുരുഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, then feminists argue that society creates gender stereotypes to maintain a patriarchal system. പാട്രിയാർക്കി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഫെമിനിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് പാട്രിയാർക്കി. പാട്രിയാർക്കി പറഞ്ഞു വെച്ചാൽ എന്താണ്, ഫാദർ സെന്റേർഡ് സൊസൈറ്റി വെയർ ഫാദർ ഇസ് ദ സെന്റർ. നമ്മുടെ സൊസൈറ്റി ഒക്കെ അങ്ങനെയാണ്. അച്ഛന്റെ വീട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. കല്യാണം കഴിഞ്ഞാൽ സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോണു, പിന്നെ അവിടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അച്ഛന്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. മാട്രിലിനിയൽ സിസ്റ്റംസ് ആർ ദയർ. നമ്മുടെ മുമ്പത്തെ കാലത്ത് ചില കമ്മ്യൂണിറ്റീസ് ഒക്കെ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇപ്പോഴും ചില ആളുകൾ ലൈക്ക് ഇൻ ലക്ഷദ്വീപ്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലുള്ള 1-2 ട്രൈബ്സ് ഒക്കെ ഈ മാട്രിലിനിയൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഓൾമോസ്റ്റ് ഓൾ കൾച്ചേഴ്സ് ആർ ഫോളോയിങ് പാട്രിയാർക്കി. അപ്പൊ അവിടെ ഈ പാട്രിയാർക്കിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൊസൈറ്റിയിൽ ആദ്യം റൂൾ ചെയ്തിരുന്ന ആളുകൾ പുരുഷന്മാരായിരുന്നു. ഇപ്പോഴാണ് സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങിയത്. അപ്പൊ അവരുടെ കോൺസെപ്റ്റിലുള്ള സ്ത്രീകളെ പറ്റിയാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റിലുള്ള സ്ത്രീകളാക്കാൻ വേണ്ടിയാണ് അവര് ഫീമെയിൽസിനെ ഉപയോഗിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കോൺസെപ്റ്റിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല. ഇതൊക്കെ പുരുഷന്മാരുണ്ടാക്കിയതാണ്. അപ്പൊ അവര് എന്താണ്, സ്ത്രീകൾ ഒരിക്കലും
ഇതൊന്നും ചെയ്യാതിരിക്കാൻ, അവരെക്കാളും മുൻപന്തിയിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിലാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എനിവേ പുരുഷന്മാരാണ് അല്ലെങ്കിൽ സൊസൈറ്റി ആണ് ഇങ്ങനത്തെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, അല്ലെ? സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, അല്ലെ? സ്ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെ? അപ്പൊ അത് പാട്രിയാർക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഫെമിനിസ്റ്റുകൾ പറയുന്നത്. Opposing views claim biological differences cause gender differences. There are often rooted in male-centered ideologies. ചില ആളുകൾ പറയുന്നതിന് ഒപ്പോസ് ചെയ്തിട്ട് പറയാൻ എന്താന്ന് വെച്ചാൽ ജെൻഡർ ഡിഫറൻസ് ഫിസിക്കൽ ആയിട്ട് തന്നെ ദൈവം തന്നെ തന്നതാണ് ജെൻഡർ ഡിഫറൻസ്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ സ്ത്രീയും പുരുഷനും രണ്ട് രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദീസ് ആർ ഓഫൻ റൂട്ടഡ് ഇൻ മെയിൽ സെന്റേഡ് ഐഡിയോളജീസ്. പക്ഷെ നമുക്കറിയാം ഈ സംഭവങ്ങളൊക്കെ മെയിൽ സെന്റേഡ് ഐഡിയോളജിയാണ്. അതായത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ഐഡിയോളജിയിൽ കൂടെയാണ് സൊസൈറ്റി പറയുന്നത് സ്ത്രീ ഇങ്ങനെയാവണം, പുരുഷൻ എങ്ങനെയാവണം എന്നുള്ളത്. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ വേറെ ആരുമല്ല, എ സെറ്റ് ഓഫ് പീപ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ പണ്ടത്തെ കാലത്താവുമ്പോൾ മെയിൻലി ഓർ നാച്ചുറലി they were മെയിൽസ്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ, നോക്കൂ. ഡിഫറൻസസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. റീസൺ ഫോർ ഡിഫറൻസ്. ദി സെക്സ് പറഞ്ഞു വെച്ചാൽ എക്സിസ്റ്റിംഗ് ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബയോളജിക്കൽ ഡിഫറൻസ് ആണ് സെക്സ്. ജെൻഡറിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്? റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ബിഹേവിയർ, ലൈഫ് സ്റ്റൈൽ ആർ അസൈൻഡ് ബൈ ദ സൊസൈറ്റി സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് സെക്സ്. പുരുഷനും സ്ത്രീക്കും വേറെ വേറെ ബിഹേവിയേഴ്സും സ്റ്റൈൽസും ഉത്തരവാദിത്തങ്ങളൊക്കെ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണ് അവിടെ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ? സെക്സ് ഡിഫറൻസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ജീൻസ് ഫിക്സഡ് ബൈ ബർത്ത്. ജനനം മുതലേ ഈ സെക്സ് ഡിഫറൻസ് ഉണ്ട്. ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ, ജെൻഡർ റോൾസ്, എക്സ്റ്റെന്റ് ഓഫ് അതോറിറ്റി, റിലേഷൻഷിപ്സ് എക്സെട്ര ആർ ഹൈലൈറ്റഡ്. അപ്പൊ ഇവിടെ എന്താ ജെൻഡർ റോൾസ്, ഈ സ്ത്രീ എന്താണ് സൊസൈറ്റിയിൽ ചെയ്യേണ്ടത്, സ്ത്രീയിൽ നിന്ന് എന്താണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്, പുരുഷൻ എന്താണ് ചെയ്യേണ്ടത്, പുരുഷനിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ ജെൻഡർ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജെൻഡർ ഡിഫറൻഷിയേഷൻ ഇസ് ടോട്ട് ബൈ ദ സൊസൈറ്റി ഓർ കൾച്ചർ. നമ്മുടെ സൊസൈറ്റിയുമാണ് ഈ ജെൻഡർ ഡിഫറൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഡിഫറിംഗ് നേച്ചർ ഏതൊക്കെയാണ്? സെക്സ് ഈസ് സ്റ്റേബിൾ, ഇറ്റ് ഈസ് യൂണിവേഴ്സലി അണ്ടർസ്റ്റുഡ് വിത്ത് ദ സെയിം മീനിങ്. ഓക്കെ, സ്ത്രീയും പുരുഷനും ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ജീവികളിലും ഉണ്ട്. അപ്പൊ അത് സ്റ്റേബിൾ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോ എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. കാരണം നമുക്കിപ്പോ അറിയാം, ഇപ്പൊ പല ആളുകളും അവരുടെ ഒരു കൗമാരത്തിന്റെ അല്ലെ ഏർലി സ്റ്റേജിലെ തിരിച്ചറിയുന്നത്. പല ആളുകൾ ഇൻ ദ സെൻസ് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, LGBTQ+ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ ഈ ഒരു കൗമാര ദശയിൽ എത്തുമ്പോൾ തന്നെ അവർ തിരിച്ചറിയുന്നു ദേ ആർ നോട്ട് ദയർ ബയോളജിക്കൽ സെക്സ്, അല്ലെ? ഇപ്പൊ സ്ത്രീ ആയിട്ടാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും ചിലപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ സൈക്കി ഈസ് നോട്ട് അറ്റ് ഓൾ ഓഫ് എ ലേഡി, ഇറ്റ്സ് ഓഫ് എ മെയിൽ. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അപ്പൊ ജെനിറ്റൽ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്സ് ഈസ് സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ബർത്ത് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. The distribution of gender roles is not the same in all societies or cultures. ഇപ്പൊ സൊസൈറ്റി എല്ലാ കൾച്ചറിലും ഒരുപോലെയല്ല. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇന്ത്യയിലുള്ള ഒരു ഡിഫറൻസ് ആവില്ല, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഡിഫറൻസ് അല്ല എവിടെ ഉള്ളത്, യൂറോപ്പിലുള്ളത്. അവിടെ കുറച്ചും കൂടെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കിട്ടുന്നു. അതുപോലെയല്ല മിഡിൽ ഈസ്റ്റിൽ, അതുപോലെയല്ല ആഫ്രിക്കയിൽ. സോ അക്കോർഡിംഗ് ടു കൾച്ചർ ദ ജെൻഡർ റോൾസ് ആർ ഓൾസോ differing. Then gender roles may undergo change in due to course of time. That is, gender role is flexible and gives room for change. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. സൊസൈറ്റി ഇവോൾവ്ഡ് ആണ്, ഇവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ റോൾസ് ഷുഡ് ഓൾസോ ഇവോൾവ്. ഇനി ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി, സെക്സ്, അതിൽ മെയിൽ ഫീമെയിൽസ് ഉണ്ട്, ബോൺ ആസ് സച്ച്, അല്ലെ? നമ്മൾ ജനിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് നാച്ചുറൽ പ്രോസസ്. പക്ഷെ ജെൻഡർ എങ്ങനെയാണ്? ജെൻഡറിന്റെ കേസിൽ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ, ഷേപ്ഡ് ത്രൂ സോഷ്യലൈസേഷൻ. ഒരാൾ മസ്കുലൈൻ ആവാം, അല്ലെ? ഒരു ഫാമിലി, നെയ്ബർ, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, എൽഡേഴ്സ്, ഓക്കെ, ഇവരൊക്കെ കൂടെയാണ് ഇത് ഷേപ്പ് ചെയ്യുന്നത്, ഫെമിനൈൻ ഓർ മസ്കുലൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു പുരുഷൻ ജനിക്കുമ്പോൾ, ആൺകുട്ടി ജനിക്കുമ്പോൾ അവരെ ആ രീതിയിൽ വളർത്തി അവരെ മസ്കുലൈനോ അല്ലെങ്കിൽ പെൺകുട്ടിയാവുമ്പോൾ അവരെ ഫെമിനൈനോ ആക്കി മാറ്റുന്നു സൊസൈറ്റി.
while growing in society taught by humans. അല്ലെ, ഇത് നാച്ചുറൽ അല്ല, സൊസൈറ്റി ഉണ്ടാക്കുന്നതാണ് ജെൻഡർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്സ് ആൻഡ് ജെൻഡർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്സ്, സെക്സിന്റെ പ്രത്യേകതകളാണ്. വിമൻ ഡെവലപ്പ് ബ്രസ്റ്റ് ആൻഡ് മെൻസ്ട്രേറ്റ്. അല്ലെ, ഇറ്റ് ഈസ് ഫിസിക്കൽ ഡിഫറൻസ്. മെൻ ഗ്രോ ഫേഷ്യൽ ഹെയർ ആൻഡ് ഹാവ് ഡീപ്പർ വോയിസ് ഡ്യൂറിങ് പ്യൂബർട്ടി. പ്യൂബർട്ടി പറഞ്ഞു വെച്ചാൽ ആ ഒരു എന്താ പറയാ, പ്രായപൂർത്തി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെ, മീശ, താടി, അതുപോലെ തന്നെ സൗണ്ടിനൊക്കെ ചേഞ്ച് വരും പുരുഷന്മാർക്കായാൽ. വിമൻ ഹാവ് ഓവറീസ് ആൻഡ് യൂട്ടറസ്, മെൻ ഹാവ് ടെസ്റ്റിക്കിൾസ് ആൻഡ് പീനസ്. അപ്പൊ ഇങ്ങനെ ബയോളജിക്കൽ സെക്സ് ഓർഗൻസ് ആർ ഓൾസോ ഡിഫറെന്റ്. മെയിൽ സ്കെലിറ്റൽ സ്ട്രക്ചർ ഇസ് ജനറലി ലാർജർ. നമുക്കറിയാം പുരുഷൻ സ്ത്രീയേക്കാളും കുറച്ച് സൈസ് കൂടുതലാണ് അല്ലെ. ദെൻ സിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നേച്ചുറൽ ആൻഡ് ഫിക്സഡ് ബൈ ബർത്ത്. അല്ലെ, ഇത് നേച്ചുറൽ ആണ്, ജനനം മുതലേ ഇത് ഇങ്ങനെ തന്നെയാണ്. ജനനമാണ് ഇത് തീരുമാനിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെൻഡർ. പക്ഷെ ജെൻഡർ എങ്ങനെയാണ്? സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് ജെൻഡർ അല്ലെ. മെയിൽ അസോസിയേറ്റഡ് ട്രേറ്റ്സ്. പുരുഷന്മാർ എന്തൊക്കെ ചെയ്യണം എന്നാണ് സൊസൈറ്റി ആവശ്യപ്പെടുന്നത്? ബ്രേവറി, കറേജ്, സ്ട്രെങ്ത് അല്ലെ. ധൈര്യം ഇല്ലെങ്കിൽ പറയോ അയ്യ എന്താ പെണ്ണാണോ, ഉനക്കെന്താ ധൈര്യം ഇല്ലേ, ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് സൊസൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് സ്ത്രീകൾക്കാണ് ധൈര്യം ഇല്ലാത്തത്, പുരുഷന്മാർക്ക് ധൈര്യം ഉണ്ട്, പുരുഷൻ എന്ന് പറഞ്ഞ ധൈര്യത്തിന്റെ ഒരു എംബോഡിമെന്റ് ആണ് എന്നൊക്കെയാണ് സൊസൈറ്റി പറയുന്നത്. ഫീമെയിൽ അസോസിയേറ്റഡ് ട്രേറ്റ്സ് എന്തൊക്കെയാണ്? മോഡസ്റ്റി, പേഷ്യൻസ്, ജെന്റിൽനെസ്. അതുപോലെ സ്ത്രീകൾ കുലീനകളായിരിക്കണം, ക്ഷമയുള്ളവളായിരിക്കണം, ഭയങ്കര എന്താ പറയാ നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കണം. മെൻ ആർ എക്സ്പെക്ടഡ് ടു ബി ബ്രെഡ് വിന്നേഴ്സ് ആൻഡ് പ്രൊട്ടക്ടേഴ്സ് അല്ലെ. പുരുഷന്മാർ എന്ത് ചെയ്യണം? പുറത്തു പോയി ജോലി ചെയ്ത് എന്താ പറയാ അവര് സമ്പാദിക്കണം. അതുപോലെ തന്നെ ദേ ആർ പ്രൊട്ടക്ടേഴ്സ്, അവര് പ്രൊട്ടക്ടേഴ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് സംരക്ഷിക്കാനുള്ള ആളുകളാണ്. സ്ത്രീകൾ പറഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഇപ്പൊ നമ്മള് മനുസ്മൃതി പറയാൻ പാടുമെന്ന് അറിയില്ല. മനുസ്മൃതിയിൽ നമ്മൾ പറയുന്ന ഓഫൻ ക്വാട്ടഡ് വേർഡ്സ് ഉണ്ട്. പിതോ രക്ഷതി കൗമാരെ, ഭർത്തൃ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അപ്പൊ എന്തായാലും സ്ത്രീയെ രക്ഷിക്കാൻ എപ്പോഴും അവരുടെ മെയിൽ കൗണ്ടർ പാർട്സ് ഉണ്ടാവും. അതൊരു പക്ഷെ പിതാവായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ പുത്രനായിരിക്കാം. ദാറ്റ് ഈസ് ദി ഓൾഡർ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ പുരുഷന്മാരെപ്പോഴും പ്രൊട്ടക്ടേഴ്സ് ആണ് അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി ഓർ ദ ജെൻഡർ. വിമൻ ആർ എക്സ്പെക്ടഡ് ടു മാനേജ് അറ്റ് ദ ഹോം ആൻഡ് കെയർ ഫോർ ചിൽഡ്രൻ ആൻഡ് എൽഡേഴ്സ്. സ്ത്രീ എന്താ ചെയ്യേണ്ടത്? വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി, കുട്ടികളെ മുതിർന്നവരൊക്കെ നോക്കി വീടിന്റെ ഉള്ളിൽ ഇരിക്കുക, കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്. വേജ് ഡിസ്പാരിറ്റി ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ ആർ കോമൺ ഗ്ലോബലി. അതായത് കുറെ കൊല്ലം വരെ തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുത്തിരുന്നില്ല. സ്ത്രീക്കും പുരുഷനും ഡിഫറെന്റ് ആയിട്ടുള്ള വേജ് ആണ് അല്ലെങ്കിൽ പൈസയാണ് കൊടുത്തിരുന്നത്. ഗ്ലോബൽ ട്രേറ്റ് ആണ്, അതായത് ഇന്ത്യയിൽ മാത്രമല്ല മൊത്തം ലോകത്തും ഇതുപോലെ തന്നെയായിരുന്നു. സൊസൈറ്റൽ നോംസ് ഡിസ്കറേജ് ബിഹേവിയേഴ്സ് ദേ ഡോണ്ട് അലൈൻ വിത്ത് എക്സ്പെക്ടഡ് ജെൻഡർ റോൾസ്. അതുപോലെ തന്നെ സൊസൈറ്റി ആഗ്രഹിക്കാത്ത ജെൻഡർ റോൾസ് അവര് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ഡിസ്കറേജ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഒരു സ്ത്രീ ബോൾഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി കനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, നേരെ മറിച്ച് തിരിച്ചും, അതായത് ഒരു പുരുഷൻ ഇതുപോലെ തന്നെ വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുക, അവരവന്റെ ഭാര്യയെ ജോലിക്ക് പറഞ്ഞയക്കുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴും പറയും സൊസൈറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ക്രിയേറ്റഡ് ബൈ സൊസൈറ്റി ആൻഡ് വാരി അക്രോസ് കൾച്ചർ ആൻഡ് ടൈം. സെക്സ് നാച്ചുറൽ ആ നമ്മൾ പറഞ്ഞു, പക്ഷെ ഇവിടെ സൊസൈറ്റിയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ജെൻഡർ റോൾസ്. ഓരോ കൾച്ചറിനും ടൈമിനും അനുസരിച്ച് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ട് നമ്മുടെ ജെൻഡർ റോൾസിൽ അല്ലെ. ഇനിയും മാറ്റങ്ങൾ ആവശ്യമാണ് ഫോർ ഈക്വാളിറ്റി. ഓക്കെ, ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബാക്കി പറയുന്നുണ്ട്. അപ്പോ അതും കേൾക്കുക, നിങ്ങൾ കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താണ് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്തെങ്കിലും എഴുതി കൊണ്ടിരിക്കുക. ദാറ്റ് ഇസ് വാട്ട് യു ആർ സീയിങ് ഇൻ ദ സ്ക്രീൻ അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അങ്ങനെയൊക്കെയാണ് പഠിക്കാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. സോ വീഡിയോ അണ്ടർസ്റ്റുഡ് ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ.